ഹീറോ എന്ന് പറഞ്ഞാൽ അമേഴ്സി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് ചോദിച്ചോ സൂപ്പർ പടം നല്ല പടം, നല്ല ത്രില്ലർ പടമാണ്. കുറേ സസ്പെൻസൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം മ്യൂസിക് ഇട്ട് ആ വില്ലനെ കൊല്ലുന്ന ഒരു രംഗം നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ റൈറ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. അവസാനം ഒരു ക്യാമിയോ റോളിൽ നരേനൊക്കെ എത്തുന്നുണ്ട്. പടം സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതുപോലെ നിർത്തിയിരിക്കണം ലാസ്റ്റ്. നല്ല സ്ക്രിപ്റ്റാണ്. പടം ഓടാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല പടമാണ്. പിന്നെ നമ്മുടെ ബിബിൻ ജോർജ് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിൽ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. അടിപൊളിയാവും. നല്ല ക്രൈം ത്രില്ലർ അടിപൊളിയാണ്. സസ്പെൻസാണ്, ടിസ്റ്റും ഉണ്ട്, സസ്പെൻസും ഉണ്ട്. ക്രൈം ത്രില്ലറാണ്. അടിപൊളി ഓക്കെയാണ്. സെറ്റാണ് പടം. അടിപൊളി അസല് പടം സത്യമായിട്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അമേഴ്സി എന്ന് പറഞ്ഞാൽ റിയലി അമേഴ്സി. എല്ലാവരും അസലായിട്ട് ഗംഭീരമാണ് കേട്ടോ. മസ്റ്റ് വാച്ചാണ്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. ട്വിസ്റ്റൊക്കെ ഉണ്ട്. ട്വിസ്റ്റ് ഗംഭീര പടം. മസ്റ്റ് വാച്ചാണ്. ആരും മിസ് ചെയ്യരുത്. ഗംഭീര പടം. ആ എല്ലാ അർത്ഥത്തിലും അടിപൊളി പടം. വെൽ മെയ്ഡ് മൂവിയാണ്. ഫാമിലി ഇമോഷൻസ് ഒക്കെയാണ്. ഗംഭീര പടം. എന്തായാലും മസ്റ്റ് വാച്ചാണ്. എല്ലാവരും കാണണം. എടാ ബാക്കിയുള്ളവരോട് ചോദിച്ചോ ബാക്കി എല്ലാവരും പറയും. നമ്മൾ ഒരു പ്രതീക്ഷിക്കാണ്ട് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ നല്ല പടം, വളരെ നല്ല പടം. നല്ല പടമാണ്, അടിപൊളി. ഒരുപാട് ടെസ്റ്റുകൾ, ഗംഭീരം. അതെ തീർച്ചയായിട്ടും സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞതാണ്. സൂപ്പർ പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നല്ല സിനിമ. അമൽ കെ ബേബിയുടെ ഗുമസ്തൻ എന്ന സിനിമ ഒരു വ്യത്യസ്ത മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സസ്പെൻസ് ഉള്ള മൂവിയാണ്. അതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ചങ്ക് സസ്പെൻസ് ആണ്, പറയുന്നില്ല. ചേട്ടൻ വേറെ ലെവലാട്ടോ. ഇതുവരെ കാണാത്തൊരു കഥാപാത്രമാണ് ചേട്ടൻ ചെയ്യുന്നത്. അടിപൊളി. എന്തായാലും ഗംഭീര സിനിമ, എല്ലാവരും കാണുക. അമൽ കെ ബേബി ഞങ്ങളുടെ നാട്ടുകാരനാണ്.